ഹായ് ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അടിപൊളിയായിരുന്നോ? എല്ലാവരും ട്രേഡ്സ് ഒക്കെ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. നമ്മൾ ഇന്നലെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു നമുക്ക് പോയെന്നുള്ളത്. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നോക്കാം. സോ ഇന്നത്തെ ലെസൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റിൽ ഞാൻ ആ, രണ്ട് ട്രേഡ് പ്ലാൻസ് ആണ് നമുക്ക്, ഒരൊറ്റ പ്ലാൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഹൈ ടൈം ഫ്രെയിമിൽ ഒരു 15 മിനിറ്റ് പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നു. സോ പ്രോപ്പർ പ്ലാൻ ഇന്ന് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ പ്ലോട്ട് ചെയ്തത് അത് പ്രോപ്പർ ആയിട്ട് അവിടെ വന്നു. അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മേളിലേക്ക് പോയ എൻട്രി എന്ത് പറ്റി? എനിക്ക് മിസ്സായി. ആ സമയത്ത് ചെറിയൊരു കാര്യത്തിൽ ഞാൻ എൻഗേജ് ആയിപ്പോയി. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു ട്രേഡ് മിസ്സായി പോയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വന്നപ്പോൾ ഓൾറെഡി ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. പക്ഷെ നമ്മൾ എൻട്രി ചെയ്യാൻ പോയില്ല. ബ്രേക്ക്ഔട്ടും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ എൻട്രി താഴേക്കായിരുന്നു കേട്ടോ, മേളിലേക്കാണെങ്കിൽ. പക്ഷെ നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടിയത് ശരിക്കും ഫസ്റ്റത്തെ എൻട്രിയിലായിരുന്നു. പക്ഷെ നമുക്ക് മിസ് ഔട്ട് ആയി പോയി. പക്ഷെ താഴേക്ക് എടുത്ത എൻട്രിയിൽ എന്താ പറ്റിയത്? അവിടെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് അതിൻ്റെ അകത്തെ റിസ്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു 5,000 റുപ്പീസ് ആണ് ഒരു ദിവസത്തെ മാക്സിമം ലോസ് എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ ഞാൻ ഒരു 5% ആണ് മാക്സിമം ലോസ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ സോ നമ്മൾ ഇന്നും ട്രേഡ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 2,500 2,000 റിസ്കിൽ തന്നെയാണ്. കാരണം റിസ്ക് എൻട്രീസ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നോക്കാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്തേ? ഒരു എൻട്രി ആണ് കിട്ടിയത്. ഫസ്റ്റത്തെ എൻട്രി മിസ്സായി. എൻട്രീസിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് പോവാം. അപ്പൊ എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. വാ. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പ്ലാനിലേക്ക് ഒന്ന് പോകാം. ഒന്ന് തിരിച്ച് നമുക്ക് ഹൈ ടൈം ഫ്രെയിമിലോ സോ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, മാർക്സ് കാര്യങ്ങൾ. സോ ഡെയിലിയിലേക്ക് ഞാനൊന്ന് സ്വിച്ച് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ആ ഒരു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റാം. കറണ്ട് ഉള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. സോ നമുക്ക് കറണ്ട്ലി മാർക്കറ്റിനെ എങ്ങനെയാണ് വാച്ച് ചെയ്തതെന്നുള്ള ഒരു സിനാരിയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലേ. ഡെയിലി നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സിന് നിങ്ങൾക്ക് ഒന്നും കൂടി അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി നിങ്ങൾ എല്ലാ ദിവസവും റിപ്പീറ്റേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായി വരും. സോ അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കുക, കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് തന്നു. യെസ്. സോ ഈ അപ്പ് സൈഡ് ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് ഇത് കണ്ടോ, ഇവിടെയാണ് മാർക്കറ്റിൽ മേജറായിട്ട് ബൈയിങ് നടന്നിട്ടുള്ളത്. ഈ ഒരു ബൈയിങ് സോണിൽ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നത്. സോ ഇനിയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലോ ടു ഹൈ, ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 50% സോൺ വരെ മാർക്കറ്റ് എക്സാക്റ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. മനസ്സിലാവും. സോ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ ആണ് മാർക്കറ്റ് എങ്കിൽ, ഇവിടെ ഒരു അപ് ട്രെൻഡ് ആണ്. സോ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ് മാർക്കറ്റ് തരുന്നത് എങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ വന്നു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. കണ്ടോ, പ്രോപ്പറായിട്ട് ഈ ഒരു ഹൈലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് പുതിയൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോഴും ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തേ? ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെയും മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് പുതിയൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. നോർമലി പോലെ ഇവിടെ പിന്നെ എന്ത് ചെയ്തു? ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് നന്നായിട്ട് കാണാം. എഗെയിൻ പുതിയൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെയും മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. മനസ്സിലായോ? അതാണ് നമ്മളിപ്പോൾ ഈ ബ്രേക്ക് ഔട്ടിൻ്റെ കേസ് നമ്മൾ നോക്കിയത്. കിട്ടിയോ? സോ ഇവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം എപ്പോഴും നമ്മൾ കാണുന്ന പോലെ രണ്ട് സിനാരിയോസ് ഇവിടെ കാണാം. ഒന്നിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ 50% കണ്ടോ, അതും ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തേ? കറക്റ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു. കണ്ടോ, 50% വന്നു. നമുക്കിതൊന്ന് ബാക്കിലേക്ക് വന്ന് രണ്ട് സിനാരിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയേ, കണ്ടോ, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു അല്ലേ. കുറച്ചും കൂടി ബാക്കിലേക്ക് പോകാം നമുക്ക്. ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് നോക്കാം? ആദ്യം അതിൻ്റെ ഒരു 50% ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സോൺ, 50% ആളുകൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ബുക്കിംഗ് സോണിൽ നിന്നായിരിക്കും എഗെയിൻ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ഒരു സോണിൽ നിന്നും കണ്ടോ, യെസ്, ഒറ്റ സിംഗിൾ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും മൊമെൻറ്റ് തന്നത്. കണ്ടോ, അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത്. എഗെയിൻ അടുത്തൊരു കണ്ടീഷനോ, സോ ഇവിടെ ഇത്രയും ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. നമ്മളപ്പോൾ ഒരിക്കലും ഇതിൻ്റെ 50% പ്ലാൻസ് ഉണ്ടാവില്ല. സോ അതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലായി വരും കേട്ടോ.
അപ്പോൾ ഇവിടെ 50% നോക്കിക്കഴിഞ്ഞാൽ എന്താ പറ്റുക കണ്ടോ, ഇവിടെ ഇത്രയും വലിയ ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഇത്രയും ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽസ് മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ടേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആരാണ് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഇമ്പൾസീവ് ക്യാൻഡിൽസിന് ടേക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അവരെപ്പോഴും മാർക്കറ്റിൽ ഇതേപോലെയുള്ള സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് പോകില്ല. കാരണം അവർക്ക് ഓർഡേഴ്സ് ബിൽഡ് ചെയ്ത് പോയാലാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രെങ്ത്തിൽ അവർക്ക് അവരുടെ ആ ഒരു ക്വാണ്ടിറ്റി പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അവർക്ക് ആ ഒരു മൂമെൻറ്റിനെ ഈ പറയുന്ന മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അവർ കൊണ്ടുപോകുന്ന ഓർഡേഴ്സ് വേണം അല്ലേ. അതും ചെറിയ ഓർഡേഴ്സ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ബൾക്ക് ഓർഡേഴ്സ് പുഷ് ചെയ്യണം. പിന്നെ ഇതൊരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ഇംബാലൻസ്ഡ് പ്രൈസ് ആക്ഷനാണ്. എപ്പോഴും മാർക്കറ്റ് ഒരു ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആയിരിക്കും മാർക്കറ്റ് ഫോളോ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് പ്രൈസ് ആക്ഷനാണ് മാർക്കറ്റിന് ഇഷ്ടം. സോ ഇങ്ങനത്തെ ഇംബാലൻസസ് ഒക്കെ മാർക്കറ്റ് എന്ത് ചെയ്യും, ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സോ എഗെയിൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാവാം ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഇവിടെയായിരുന്നു ബൈയിങ് സോൺ. നമ്മളിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചില്ലേ, ഇതൊന്ന് നമുക്ക് മാറ്റിയിട്ട് ബൈയിങ് സോൺ എവിടെയായിരുന്നു, യെസ് ഇവിടെയായിരുന്നു ബൈയിങ് സോൺ. എഗെയിൻ ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ ഇവിടെയായിരുന്നു ബൈയിങ് സോൺ. മനസ്സിലാവും, ഇതായിരുന്നു പ്രോപ്പറായിട്ടുള്ള ബൈയിങ് സോൺ. യെസ് കണ്ടോ, എഗെയിൻ അവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. യെസ് ത്രൂ ഔട്ട് ബൈ ചെയ്തു, അടുത്ത് ബ്രേക്ക് ഔട്ട് തന്നു, എഗെയിൻ മാർക്കറ്റ് വന്നു. യെസ് കറൻ്റ്ലി മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു സോണിലേക്ക് കറക്റ്റ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഫൈൻ. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇനി ഇതിൻ്റെ 50%ലാണ് മാർക്കറ്റ് കറൻ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കാം, മേളിലേക്ക് പോവാം. ഇവിടുത്തെ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെ മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതിനെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് ഡിമാൻഡിനെ മാർക്കറ്റ് ഫെയിൽ ആക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ലോയിനെ ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് താഴേക്ക്. സോ അത് ഡെയിലി പ്ലാനാണ്. അപ്പോൾ ഡെയിലി ഇവിടെ നിന്ന് മാർക്കറ്റ് കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യണം അല്ലേ. അപ്പ് സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ മേളിലേക്കാണ് ഡെയിലി കാണിക്കുന്നത്. ഡെയിലി ഫസ്റ്റ് 50%ൽ നിന്ന് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ, ഡെയിലി നോക്കുമ്പോൾ 15 മിനിറ്റ് ട്രെൻഡ് റിവേഴ്സ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇത് സംഭവിക്കണം, അല്ലെങ്കിൽ ഫെയിൽ ആവാനാണെങ്കിൽ അതിനുശേഷം കണ്ടിന്യൂ ആയില്ലെങ്കിൽ ഇവിടെ 15 മിനിറ്റ് എന്താ ലോവർ ഹൈ ഫോർമേഷൻ ആയിരിക്കും, ഡൗൺ ട്രെൻഡിലായിരിക്കും. സോ അതിൻ്റെ റിവേഴ്സൽ അതൊരു അപ്പ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമ്മൾ മേളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതുവരെ താഴേക്ക് തന്നെ നമുക്ക് നോക്കാം. സോ ഇവിടെ ഡെയിലി നമുക്ക് വ്യൂ കിട്ടി അല്ലേ. ഡെയിലി വ്യൂ ആ സോൺ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കി നോക്കി, ഇതാണ് ആ സോൺ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. സോ ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇനി നമുക്ക് നേരെ 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിൽ മാർക്കറ്റ് എന്താ ചെയ്യണേ? അപ്പോൾ 1 ഹവറിൽ മാർക്കറ്റിൻ്റെ സോൺ നമ്മൾ നോക്കിയിട്ട് ബാക്കി എന്താ കണ്ടീഷൻ നോക്കാം. കണ്ടോ, ഇവിടെയാണ് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട്. നോക്കി 1 ഹവറിലേക്ക് നമുക്ക് ഇവിടെ ഒന്ന് ബാക്കിലേക്ക് പോകാം. കണ്ടോ, ബാക്കിലേക്ക് പോയാലും നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയി വരുള്ളൂ. കണ്ടോ, സോ കണ്ടോ ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ. ഇവിടെ 1 ഹവർ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ മാർക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് യെസ് കണ്ടോ അടുത്തൊരു ബിയോസ് എവിടെയാണ് തന്നെ, ഇവിടെയാണ് അടുത്തൊരു ബ്രേക്ക് ഔട്ട് തന്നത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് നടന്നുള്ളൂ. അപ്പോൾ എഗെയിൻ അവിടെ വരുമ്പോൾ എന്ത് സാധ്യത ശരിക്കുണ്ട്, ബൈയിങ് നടക്കാനുള്ള പോസിബിലിറ്റിയാണ്. വേണമെങ്കിൽ അവിടെ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി വന്ന് താഴേക്ക് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളിവിടെ നോക്കേണ്ടത് എന്താ, മേജർ ബൈയിങ് സോൺ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ആ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത ക്യാരക്ടർ ചേഞ്ച് ആയി, പിന്നെ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള കണ്ടീഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റണേ. സോ ഇതാണ് നമ്മളുടെ 1 ഹവറിൻ്റെ സോൺ. 1 ഹവറിൻ്റെ സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഈ ഒരു കളർ കൊടുക്കാം 1 ഹവർ. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റ് മേളിൽ നിന്ന് ത്രൂ ഔട്ട്. അപ്പോൾ ഈ ഒരു പുഷ് നോക്കിക്കേ, ഒറ്റ മൊമെൻ്റാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ലോവർ ഹൈ. അപ്പോൾ ഇതിനുള്ളിലുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് ശരിക്കും പറയുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള ഒറ്റ ഇമ്പൾസീവ് മൂവ്മെൻറ്റിനുള്ളിൽ മാർക്കറ്റ് ലോവർ ഹൈ, ലോവർ ലോ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് പറയുക ഇൻറ്റേർണൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. മനസ്സിലായോ, ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ നമുക്കത് ഇവിടെ ഒരു ഐബോസ് എന്നൊക്കെ പറയാം. അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ടൈം ഫ്രെയിം എന്താ 50 മിനിറ്റ് ആണ്. 50 മിനിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് കണ്ടോ 50 മിനിറ്റിൻ്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പ്രോപ്പറായിട്ട് കണ്ടോ ഇവിടെ നിന്ന് ഒരു ഹൈ മാർക്കറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കണ്ടോ. യെസ് മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. യെസ് കണ്ടോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു, BOS വന്നു അല്ലേ. BOS മാർക്കറ്റ് തന്നു, BOS ടു ഡൗൺ സൈഡ് അല്ലേ, സോറി അപ്പ് സൈഡിലേക്ക് ഒരു BOS മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് പുഷ് ചെയ്ത് താഴേക്ക് വന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് പുഷ് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ എന്താ, ഇവിടെയായിരുന്നു ബൈയിങ് സോൺ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് മാർക്കറ്റിൽ എന്ത് നടന്നത്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി അല്ലേ. അതിൻ്റെ സ്വഭാവത്തിലൊരു ചേഞ്ച് ഉണ്ടായി. ബൈസ് ലാസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം എന്താ ചെയ്തു, പിന്നീട് അവിടെ ബൈ ചെയ്യാൻ ആളില്ല
അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പിന്നീട് ബൈ ചെയ്യാൻ ആളില്ലെങ്കിൽ അവിടെ ആരാണ് ആക്റ്റീവ് ആയത്? സെല്ലേഴ്സ്. സോ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി അവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സപ്ലൈയുടെ കൺട്രോൾ മാർക്കറ്റ് എടുത്തു എന്നർത്ഥം. സോ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡിലേക്ക് വന്നു. എഗെയിൻ ഇവിടെ ഒരു സപ്ലൈ OB മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു നോക്കാം. യെസ്, മാർക്കറ്റ് എഗെയിൻ കണ്ടോ, ഇവിടെ മാർക്കറ്റ് മൈനോട്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ക്ലോസ് കാണാം, പക്ഷേ അത് ഫ്യൂച്ചറിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഗുണമാണ് അല്ലേ? ഇവിടെ നമുക്ക് 50 മിറ്റിഗേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, കറക്റ്റ് ഈ ഒരു 50% സോണിൽ നിന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്ട്രക്ചർ ഇതിലേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനാണെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ? സോ എഗെയിൻ മാർക്കറ്റ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ അടുത്തൊരു സ്ട്രക്ചറിൻ്റെ 50% മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് അല്ലേ? യെസ്, കറക്റ്റ് 50% മാർക്കറ്റ് ടാപ്പ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് അടുത്തൊരു. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റിൽ എന്ത് വന്നു? എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. യെസ്, ഇവിടെ മാർക്കറ്റിനൊരു ബ്രേക്ക് ഔട്ട് വന്നു. സോ എഗെയിൻ മാർക്കറ്റ് നമ്മളുടെ കണ്ടോ 1 അവറിൻ്റെ സോണിലേക്ക് എത്തിയിട്ടുണ്ട്. അത് 1 അവറിൻ്റെ സോണുമാണ്. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ 50% മിറ്റിഗേഷൻ സോണുമാണ്. ഇവിടെയൊക്കെ മാർക്കറ്റിൽ എന്തുണ്ട്? ബ്രേക്ക് ഔട്ട്സ്, ലാസ്റ്റ് ബ്രേക്ക് ഔട്ട്സ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? 8-ാം തീയതി ഇന്നത്തെ കണ്ടീഷനിലേക്ക് വരണം. സോ നമുക്കിവിടെ ഇവിടെ മാർക്കറ്റ് ഇന്നലെ കഴിഞ്ഞു കണ്ടോ. സോ ഇവിടെ 1 അവറിൽ അല്ല 15 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതാണ് ലാസ്റ്റ് സോൺ. സോ ഈ ഒരു സോണിൽ 15 മിനിറ്റിൽ എന്ത് ചെയ്യും? മൈന്യൂട്ട് ആയിട്ടുള്ള സോൺസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നെങ്കിൽ 15 മിനിറ്റിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. സോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രേഡ് പ്ലാൻ നോക്കാവുന്നതാണ്, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. അതിൻ്റെ ഒപ്പം 1 അവറിൻ്റെ കേസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? 1 അവറിൽ ഇവിടെ ഈ ഒരു സോണിൽ താഴെ ക്യാൻഡിൽ വന്ന അതിൻ്റെ അർത്ഥം എന്താ? വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സോണിൽ ബയേഴ്സ് ഇല്ല, അതിൻ്റെ താഴത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മനസ്സിലായി? അപ്പോൾ 1 അവറിലേക്ക് ഞാനൊന്ന് സ്വിച്ച് ചെയ്യാം. കണ്ടോ, 1 അവറിൽ എന്ത് ചെയ്തു? നമുക്കൊന്ന് അടുത്ത ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. കണ്ടോ, അടുത്ത ക്യാൻഡിൽ വന്നു. സോ ഇവിടെ എന്ത് സംഭവിച്ചു? 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു. സോ ഈ 1 അവർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോകുന്നില്ല. താഴേക്ക് ചിലപ്പോൾ അങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് ചിലപ്പോൾ ഒരു കറക്ഷൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ തരാം, മനസ്സിലായോ? അപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഇവിടെ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി അല്ലേ? ഇവിടെ ആരുണ്ടായിരുന്നു? ബയേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. അവിടെ ബയേഴ്സ് ഫെയിലായില്ലേ? യെസ്, ഫെയിലായതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഒരു ഇൻഡ്യൂട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഫെയിലായി. സോ നമ്മൾ ഇനി നോക്കേണ്ടത് എന്താ? 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതിൽ നമുക്കൊരു പ്ലാൻ എടുക്കണം, മനസ്സിലായോ? ഇതിൽ നമുക്കൊരു പ്രോപ്പർ പ്ലാൻ നമുക്ക് നോക്കണം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ പുഷാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഒക്കെ നോക്കി എത്രയുണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ? ഏകദേശം ഒരു 500 പോയിൻറ്റ്സിൻ്റെ മൊമെൻ്റം മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടോ, നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇപ്പോൾ രാവിലെ വന്നപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു 50 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ? ഇതിപ്പോൾ ബ്രേക്ക് ഔട്ടായി. കാരണം എന്താ? BOS. കാരണം എന്താ? ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിലൊരു ക്യാൻഡിൽ താഴെ വന്നു. അത് ഒരു ഒറ്റ പുഷാണ് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ പുഷ്. കാരണം ഈ ഒരു ക്യാൻഡിലിനുള്ളിലാണ് ബാക്കിയുള്ള ക്യാൻഡിൽ. സോ അത് ഇൻസൈഡാണ്, അതൊരു ഫുൾ ബാക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന 1 അവറിൻ്റെ 15 മിനിറ്റിൻ്റെ സോൺ ഇരിക്കുന്നത്? ഇവിടെയാണ് കണ്ടോ, ഇവനാണ് 50 മിനിറ്റിൻ്റെ ആൾ. അപ്പോൾ 50 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? 50 മിനിറ്റിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ പെയറിഷാണ് കണ്ടോ. 50 മിനിറ്റിൽ മാർക്കറ്റ് പെയറിഷാണ് എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? സോ ഇനി നമുക്ക് ഈ 50 മിനിറ്റിൻ്റെ ട്രേഡ് പ്ലാൻ നമുക്ക് എടുക്കണം, മനസ്സിലായോ? ട്രേഡ് പ്ലാൻ എങ്ങനെ എടുക്കാം? ബ്രേക്ക് ഔട്ട് തന്നു. ഇനി മാർക്കറ്റ് എന്താ? ലോവർ ലോ, അടുത്ത ലോവർ ഹൈയിലേക്ക് മാർക്കറ്റ് വരണം അല്ലേ? അങ്ങനെയെങ്കിൽ മാർക്കറ്റ് എവിടെ വരും? മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്നും ഈ ഒരു 50 സോണിലേക്ക് മാർക്കറ്റ് വരണം. സോ അതാണ് നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻ, ട്രേഡ് പ്ലാൻ. സോ ഈ ഒരു പ്ലാനിലേക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വരുന്നു. എഗെയിൻ കണ്ടിന്യൂവേഷൻ ടു നെക്സ്റ്റ് അടുത്തൊരു സൈക്കോളജിക്കൽ ലെവൽ. നമ്മൾ ഈ ഒരു 500 സോൺസ് ആണ്, അതൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്ത് പറഞ്ഞത്. സോ ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി സോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എപ്പോഴും ടാപ്പ് ചെയ്യുക മേജർ സ്വിങ്സ് ആണ്. ഇതൊക്കെ മാർക്കറ്റിൻ്റെ സ്വിങ് ആണ്.
ഇതൊരു മേജർ സ്വിങ് ആയിരുന്നു. സോ ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി ഉണ്ട്. സ്വിങ് പോയിന്റ് ആണ് ഇത്. എന്താ പറയുക, കീ ലെവൽസ് എന്നൊക്കെ പറയാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ഓക്കെ ഫൈൻ. ഇവിടെ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താണ്, ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ട് ഇവിടെ എന്ത് ഓർഡേഴ്സ് ഉണ്ട്, സെൽ ഓർഡേഴ്സ് ഉണ്ട്. എഗെയിൻ ഇത് സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും കേട്ടോ. ഇതിനൊക്കെ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ അടുത്തൊരു ടാർഗറ്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുക. എവിടെ വരെയാണ് നമുക്ക് ഡെയിലിയുടെ ഡിമാൻഡിലേക്ക് ഫോക്കസ് ചെയ്യാം 50 മിനിറ്റ് ചോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. കണ്ടോ, സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ആണ് മാർക്കറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിൻ പ്ലാൻ എപ്പോഴും ഈ ഒരു സോണിലേക്ക് നമ്മൾ വെക്കാറുള്ളൂ. സോ അവിടെ നമ്മൾ രണ്ടിടത്ത് LTF കൺഫർമേഷൻ എടുക്കണം. സോ ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് വന്നത്, നമുക്കതൊന്ന് ബോക്സ്, അവിടെ ഒരു ചെറിയൊരു റെക്ടാങ്കിൾ ബോക്സ് നമുക്ക് വരച്ച് പ്ലോട്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ അവിടെ എങ്ങനെയൊക്കെ ട്രേഡ് ആക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് മേളിലേക്കുള്ള ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മിസ്സായിപ്പോയി. നല്ലൊരു ട്രേഡായിരുന്നു കേട്ടോ, നമുക്ക് മിസ്സായിപ്പോയി. അത് കൺഫർമേഷൻ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇവരെ മാറ്റാം. ഇനി ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുത്ത് എങ്ങനെ ഇതിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് ഉണ്ട് കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 200 പോയിൻറ്റ്സ് മേളിലേക്കും അതേപോലെ തന്നെ താഴേക്കും 200 പോയിൻറ്റ്സ് അല്ലേ. ഇങ്ങോട്ട് വന്ന് ഇവിടെ റിയാക്ട് ചെയ്യണം കേട്ടോ, വെറുതെ അല്ല. ഇവിടെ കൺഫർമേഷൻ, അപ്പോൾ കൺഫർമേഷൻ എടുക്കുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 മിനിറ്റിലേക്ക് ഇതിനെ സ്വിച്ച് ചെയ്തു. കണ്ടോ, 1 മിനിറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. സോ 1 മിനിറ്റിൽ മാർക്കറ്റിന് ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. 1 മിനിറ്റിൽ മാർക്കറ്റിൽ കറൻ്റ്ലി ഉള്ള ലോ എവിടെയാണ്. സോ ഇങ്ങനത്തെ സിനാരിയോസിൽ നമ്മൾ അഗ്രസീവ് കണ്ടീഷൻ എടുക്കണം. 2 കണ്ടീഷൻ ഉണ്ട്, അഗ്രസീവും ഉണ്ട് അതേപോലെ കൺഫർമേഷനും ഉണ്ട്. നമ്മളിവിടെ അഗ്രസീവാണ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോയിന് എന്താ, ജസ്റ്റ് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. നമുക്ക് നോക്കാം ഇവിടെ എന്ത് സംഭവിച്ചത്. മാർക്കറ്റ് ഇവിടെ പ്രോപ്പറായിട്ടൊരു മൊമെൻറ്റം താഴേക്ക് തന്നിട്ട് മേളിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചത്, ഇവിടെ ലാസ്റ്റത്തെ ഈ ഒരു സോണിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്തു, BOS ക്രിയേറ്റ് ചെയ്തു അല്ലെ, അഗ്രസീവ് കണ്ടീഷൻ BOS ക്രിയേറ്റ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഇവനാണ് ബൈയർ അല്ലേ, സ്ട്രോങ് ബൈയിങ് ഉള്ളത് ഇവിടെ നിന്നാണ്. സോ ഇവൻ ഇവിടെ ക്ലോസ് ചെയ്തില്ല. ഇവിടെ അഗ്രസീവ് ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു, പക്ഷേ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു. നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഈ ഒരു കണ്ടീഷന് ശേഷമാണ് ഒരു അർജൻറ്റായിട്ട് സ്ഥലം വരെ പോകേണ്ടി വന്ന കാരണം എന്ത് ചെയ്തു, ആ ഒരു ട്രേഡ് നമുക്ക് മിസ്സായി. കുഴപ്പമില്ല, മാർക്കറ്റ് ഇങ്ങും പോകണില്ലല്ലോ, നമ്മളവിടെ തന്നെ, മാർക്കറ്റ് അവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ട് അല്ലേ. അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, ട്രേഡൊക്കെ മിസ്സാവും, അതൊന്നും വലിയ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെ എൻട്രി. സോ ഇതിൻ്റെ ടോട്ടലി മാർക്കറ്റ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് മേജർ ആയിട്ടുള്ള ലോ, നമുക്കൊരു മേജർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു മേജർ ലോയിൻ്റെ 50% എങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ട് മാർക്കറ്റ് അഗെയിൻ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കണ്ടോ. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി പ്ലാൻ ചെയ്യാം മുകളിലേക്ക്. എവിടം വരെ, ഇതിൽ കൺഫർമേഷൻ എടുക്കാം കേട്ടോ, നമ്മൾ മേളിലേക്കുള്ള കൺഫർമേഷൻ എടുക്കുക ഇവിടെ വരെ. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി. സോ ഇതിനെ നമുക്ക് എങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാം, നമ്മുടെ ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് ചെയ്യാം. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു. കണ്ടോ, സിമ്പിളായിട്ട് നല്ലൊരു റിസ്ക് റിവാർഡാണ്. രാവിലെ തന്നെ എനിക്ക് മിസ്സായി, ഭയങ്കര സങ്കടമായി. പക്ഷെ കുഴപ്പമില്ല, എന്താണ് നമുക്കിതിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു പ്രോപ്പർ പ്ലാനിലേക്ക് വന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ട്രേഡ്സ് ഞാൻ നേരത്തെ പ്ലോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ എത്ര റിസ്ക് റിവാർഡുണ്ട്, 1:7. 1000 റുപ്പീസ് നമ്മൾ റിസ്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ പ്രീമിയത്തിൽ ഇത് നോക്കിക്കേ, ക്വിക്കലി ഉള്ള ജമ്പാണ്. എന്തായാലും നല്ല മൊമെൻറ്റും പ്രീമിയത്തിൽ കിട്ടും. 1:5 കൂട്ടിക്കോ, 5000 റുപ്പീസ് എങ്കിലും മിനിമം 1000 റുപ്പീസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എടുക്കാം. പക്ഷേ ഇത് മേളിലേക്കുള്ളത് ശരിക്കും പ്രോപ്പറായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു, നമുക്ക് മിസ്സായിപ്പോയി. സോ ഇവിടെ എന്താണ് ബ്രേക്കൗട്ട് നടന്നു. സോ ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്ര ഇമ്പൾസീവ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് ഇനി കൺഫർമേഷൻ കിട്ടൽ റെയർ ആയിരിക്കും അല്ലേ. കൺഫർമേഷൻ കിട്ടൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇപ്പോൾ ഇത്രയും വലിയ എസ്സിൽ വെച്ച് കയറണമെങ്കിൽ കയറാം. നമ്മൾ പറഞ്ഞത് എന്താ, ഇവിടുന്ന് താഴേക്കാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ പറഞ്ഞത്. ഞാൻ ട്രേഡ് പ്ലാൻ ഇവിടുന്ന് താഴേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ്, ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കേ. കണ്ടോ,
സിമ്പിളായിട്ട് നമ്മുടെ അവിടെ നിന്ന് താഴേക്കും മേളിലേക്കും ഇത്രയും വലിയ എൻട്രി ഇത്രയും വലിയ SL വെക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം 92 SL വരും. ടാർഗറ്റ് നമുക്ക് ഈ ഒരു ലോ ഒക്കെ ടാർഗറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് ഈ ഒരു സോണിലേക്ക് 200 പോയിൻറ്റ്സ് അപ്പം തന്നെ ടാപ്പ് ചെയ്തു തിരിച്ച് താഴേക്ക് വന്നതായിട്ട് കാണാം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു 15 മിനിറ്റിൻ്റെ സോണിൻ്റെ കണ്ടീഷൻ. അപ്പോൾ എനിക്കിവിടെ എന്താണ്, ഇവിടെ ഒന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് APN മാറ്റണേ. ഇനി അടുത്തൊരു എൻട്രിയിലേക്ക് ഞാൻ പോവാണ് എൻ്റെ. കണ്ടോ, ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് എനിക്ക് കിട്ടി അല്ലേ. ഇവിടെ എന്താണ് CHI, തിരിച്ച് CHI, ഇതാണ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ഇതാണ്, ഇവിടെ CHI. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ BOS, ഞാൻ ഈ ഒരു ഇത് മൊത്തം മാറ്റാം. ഓക്കെ ഫൈൻ. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നായിട്ട് കാണാം നമുക്ക്. കണ്ടോ, പ്രോപ്പറായിട്ടൊരു BOS നമുക്ക് അപ്പ് സൈഡിലേക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെയെങ്കിൽ ഇവനാണ് ബൈയിങ്. പക്ഷേ ഇതിൻ്റെ സ്വിങ് സ്ട്രോങ് ലോ എവിടെയാണ്? ഇവിടെയാണ്. കണ്ടോ, അപ്പോൾ അവനാണ് ഇവിടെ ഈ ഒരു കൺഫർമേഷൻ തന്നെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യം ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, പക്ഷേ ഇൻറ്റേണലാണ്. എന്നുവെച്ചാൽ ഇതിനുള്ളിലത്തെ ഒരു സ്ട്രക്ചറിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇവൻ ശരിക്കും മേജർ ലോ എന്ന് പറയുന്നത് ഇതാണ്. അവൻ ഇത്തിരി സ്ട്രോങ് ആണ്, മനസ്സിലായോ? മേജർ ലോ എന്ന് പറയുന്നത് ഇത്തിരി സ്ട്രോങ് ആണ്. പക്ഷെ അവനെ എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കൺഫർമേഷൻ എടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഈ സോണിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്ലാൻ നോക്കാം. അപ്പോൾ അതേപോലെ നമുക്ക് 3 മിനിറ്റിനെ ഒന്ന് ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് കണ്ടോ, 3 മിനിറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ്. കണ്ടോ, 3 മിനിറ്റിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ മേളിൽ ഏതാണ് അതിൻ്റെ സ്വിങ് വരിക? കണ്ടോ, അത് ഇവിടെയാണ്. കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? 3 മിനിറ്റിൻ്റെ സപ്ലൈ സെല്ലേഴ്സാണ് 3 മിനിറ്റിൽ, അവരിവിടെയാണ് കൺട്രോൾ ചെയ്യണേ. 3 മിനിറ്റ് സോൺ നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഇവനാരാ 3 മിനിറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം? 3 മിനിറ്റ് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് കൊണ്ടുവരണം അല്ലേ. ഇവിടെ നമ്മുടെ ഫിബും ഉണ്ട് അല്ലേ, നമ്മുടെ ഈ ഒരു മിറ്റിഗേഷനും ഉണ്ട്, മിറ്റിഗേഷൻ സോണും ഉണ്ട് അല്ലേ. സോ മാർക്കറ്റ് അതിനുശേഷം 1 മിനിറ്റിൽ നമുക്ക് നോക്കാം എന്താണ് ചെയ്തത്. സോ ഇവിടെയാണ് നമ്മളുടെ നെക്സ്റ്റ് ട്രേഡ് പ്ലാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് നമ്മൾ ഫസ്റ്റത്തെ എൻട്രി പോയി, സെക്കൻഡ് എൻട്രി നമ്മൾ ഇവിടെ നിന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലോ അല്ലേ, 15 മിനിറ്റിൻ്റെ ലോയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാം. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് കറക്റ്റായിട്ട് വന്നു. അതിൽ ടാപ്പ് ചെയ്യാനില്ല, വന്നു, റിജക്റ്റ് ചെയ്തു, വന്നു അല്ലേ. ടാപ്പ് ചെയ്തിട്ടില്ല. കണ്ടോ, ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തു കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ എൻട്രി എടുത്തു. എൻട്രി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ട്രേഡ്സ് ഞാൻ കാണിച്ചു തരാം, ചാനൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കി കണ്ടോ, എഗെയിൻ കൺസോൾട്ടേഷൻ. നിങ്ങൾ ആലോചിക്കുക, ഇതിന് മുമ്പ് കേട്ടോ ട്രേഡ് നമുക്ക് ഓൾറെഡി ഇവിടെ ഓൾറെഡി നമുക്ക് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നല്ല ടൈം നോക്കി, ഇവിടെ ഏകദേശം 12 മണി തൊട്ട് 1 മണി, 12:30 1 മണി വരെ കണ്ടിന്യൂസ് 1 അവറൊക്കെ 1 മിനിറ്റിന് ട്രേഡ് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഇന്ന് എക്സ്പയറി കൂടെയാണ്, നമ്മൾ ഇന്നത്തെ എക്സ്പയറി ഡേ അടുത്ത് ഡി കെ സംഭവിച്ചു. നമ്മളെടുത്ത പ്രീമിയത്തിൽ നല്ല ഡി കെ വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറേ പേരോട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് നല്ല രീതിയിൽ ഡി കെ വന്നിട്ട് SL ആയി. സോ നമ്മൾ റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളിവിടെയും 2000 റുപ്പീസിൻ്റെ റിസ്ക് എൻട്രി ആണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ നല്ല എൻട്രി നമുക്ക് എന്ത് പറ്റി? മിസ്സുമായി അല്ലേ. നോക്കി, നല്ലൊരു എൻട്രി നമുക്കിവിടെ മിസ്സായിപ്പോയി. കണ്ടോ, ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഈ എൻട്രി അല്ലേ, ഇത്രയും നല്ലൊരു എൻട്രി നമുക്കിവിടെ മിസ്സായിപ്പോയി. എനിക്ക് മാത്രം മിസ്സായിട്ടുണ്ടോ, എൻ്റെ കൂടെയുള്ള നമ്മുടെ പിള്ളേർക്ക് കുറച്ച് പേർക്ക് പ്രോഫിറ്റായിരുന്നു. കുറച്ച് പേര് കയറി, പിന്നെ ഞാൻ ഇല്ലാത്ത 2 പേര് കയറിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അവന്മാരും അടിപൊളിയായിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്കിന്ന് എന്താണ് നഷ്ടമാണ്. അപ്പോൾ ലോസ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതെനിക്ക് ഇന്ന് പറയാനുള്ള പാഠം എന്താ? പേഷ്യൻസ്. അതിനുശേഷം മാർക്കറ്റ് കണ്ടോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 15 മിനിറ്റ് നമ്മൾ പറഞ്ഞ പ്ലാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷെ എന്താണ്, നമുക്ക് ട്രേഡ് കിട്ടിയില്ല. നമ്മൾ അതിനിടയിൽ ചാടിക്കയറാൻ പോയോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ എപ്പോഴും നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക, എപ്പോഴും ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക. വെറുതെ വന്നൊരു പുട്ട് മേടിക്കുക, കോൾ മേടിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. പ്രോപ്പറായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ ഉഷാറായിട്ട് പോകുള്ളൂ, മനസ്സിലായോ? സോ കറൻ്റ്ലി മാർക്കറ്റ് അതിന് ശേഷം പിന്നെ വൈകുന്നേരം മേളിലേക്ക് തന്നെ പുഷ് ചെയ്ത് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ നോക്കാന്നുണ്ടെങ്കിൽ ഇന്ന് അത്യാവശ്യം ആ ഒരു മൊമെൻറ്റത്തിന് ശേഷം നല്ലൊരു റേഞ്ചാണ്. നോക്കി കണ്ടോ, ഒരു 200 പോയിൻറ്റ് റേഞ്ചാണ്. സോ ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ കണ്ടീഷനിൽ എനിക്ക് SL അടിക്കാറുള്ളൂ. കാരണം നമ്മൾ ബയ്യറാണ്, നമുക്ക് ഡയറക്ഷനാണ് നമ്മൾ ട്രേഡ് ചെയ്യണേ അല്ലേ. നമ്മൾ ആ റാലി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് SL വരും. സോ ആ SLനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും തയ്യാറായിട്ട് വേണം മാർക്കറ്റിലേക്ക് വരാൻ. ബയേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സെല്ലേഴ്സിൻ്റെ കാര്യമല്ല പറയണം.
അപ്പോൾ ബയേഴ്സിന് എന്തായാലും എസ് എൽ ഉണ്ടാവും, സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ എന്തായാലും നമുക്ക് എസ് എൽ വരും, മനസ്സിലായോ? അപ്പോൾ ഇതിനുള്ളിൽ നല്ല നല്ല ട്രേഡ് പ്ലാനും കൂടി ഇല്ലെങ്കിൽ പോയി. പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ, പ്ലാൻ ഇല്ലെങ്കിൽ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രോപ്പർ പ്ലാൻ കിട്ടി, നമ്മളതിൽ മേളിലേക്ക് നല്ലൊരു ട്രേഡ് മിസ്സുമായി, താഴേക്കുള്ള ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡി കെ അടിച്ച് എസ് എൽ. സോ ഞാൻ എൻ്റെ പൊസിഷൻ ഒന്ന് നോക്കട്ടെ ഏട്ടാ, അതിലേക്ക് ഒന്ന് പോകാം നമുക്ക്. കണ്ടോ, ഇതാണ് നമ്മളുടെ ഇവിടെ ഓർഡേഴ്സ് നോക്കിയാൽ കണ്ടോ, 12-19 എടുത്ത ട്രേഡാണ്. ഈ 173 എടുത്തു കണ്ടോ, 48,200. ഞാൻ നിയറസ്റ്റ് അറ്റമണി എടുത്ത ഈ ഇതായതുകൊണ്ടേ, ഇന്ന് എക്സ്പയർ ആയതുകൊണ്ട്. സംഭവം അവിടെ കുറേ നേരം കളിച്ചു കണ്ടോ, 1.25 ആയില്ല. സോ ഡി കെ ഉണ്ടാവും. ഞാൻ അതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ഒരു എസ് എൽ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു എസ് എല്ലിലും നമ്മളുടെ റിസ്ക് മാനേജ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഇത്രയും ടൈം, അല്ലെങ്കിൽ നമ്മളൊരു മാക്സിമം അരമണിക്കൂറാണ് നമ്മൾ 1 അവറിൻ്റെയൊക്കെ ഈ പറയുന്ന 1 മിനിറ്റിൻ്റെ ട്രേഡൊക്കെ കൺഫർമേഷൻ. 3 മിനിറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു 45 മിനിറ്റ് വരെ മാക്സിമം ഒക്കെ നോക്കാറുള്ളൂ കേട്ടോ. എക്സ്പയറീസ് ആണെങ്കിൽ അത്ര പോലും നോക്കാറില്ല. സോ ഇവിടെ നിങ്ങൾ കണ്ടോ പ്രോപ്പറായിട്ടുള്ള റിസ്ക് എത്രയാണ്, ഇവിടെ 2000 റുപ്പീസാണ് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഏകദേശം 45 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, എസ് എൽ കണ്ടോ എത്രയാണ്, 45 പോയിൻറ്റ്സ് തന്നെയാണ് ഞാനവിടെ എസ് എൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. 45 പോയിൻറ്റ്സ് എസ് എൽ. സോ 73 - 122 നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഇതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ 2000 ആണ് നമുക്കതിൽ എന്ത് വന്നിട്ടുള്ളത്, ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പറാക്കുക, ഡിസിപ്ലിനായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അതിന് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഡെയിലി, മനസ്സിലാവും? അപ്പോൾ ഇതെല്ലാവരും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളുടെ പ്ലാൻസ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് മനസ്സിലാണ്. അതാ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണേ. കുറച്ച് ലെങ്തി സെക്ഷൻ ആയിരിക്കും, പക്ഷേ നിങ്ങൾ കേട്ട് നോക്കും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഭാവിയിൽ മുമ്പിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊന്നും പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വരും, പയ്യെ നിങ്ങൾക്ക് മനസ്സിലായി വരും. ഞാനപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാണ്. സോ നാളത്തെ പ്ലാൻ നമുക്ക് എടുക്കണം. സോ 1 അവറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, 1 അവർ എന്ത് ചെയ്തു, നാളത്തേക്കുള്ള ട്രേഡ് പ്ലാനാണ് നമ്മൾ നോക്കണേ. 1 അവറുടെ ചോക്കായി കണ്ടോ, CH ചോക്കായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മേജറായിട്ടുള്ള സോൺ എവിടെയാണ്, 1 അവറിൻ്റെ സോൺ ഇവിടെയാണ് കണ്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതൊരു കറക്ഷൻ വരാനാണെങ്കിൽ ഈ പറയുന്ന ടോട്ടലി മൊമെൻറ്റത്തിനെ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യണം, മിറ്റിഗേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 അവറിൻ്റെ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു റീടെസ്റ്റ് തരാൻ പോസിബിലിറ്റി എന്നുള്ളൊരു കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ 1 അവർ എന്തായിരുന്നു, ചേഞ്ച് ചെയ്തു, അടുത്തൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത്, ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത്, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത്, അല്ല ഇവനിങ്ങനെ പോകണം, മനസ്സിലാവും? എങ്ങനെയായിരിക്കുള്ളൂ ഡെയിലി സോണിലേക്ക് വരിക. സോ ഇതാണ് 1 അവറിലുള്ള കാര്യം. അപ്പോൾ ഇവിടെ നിന്ന് മേളിലേക്കൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ താഴെ ഇത്രയും മിനിറ്റൊക്കെ ഇങ്ങോട്ട് വരണം, മനസ്സിലാവും? അപ്പോൾ ഇതൊരു പ്ലാൻ 1 അവറിലുണ്ട്. ഇനി 1 അവർ റീടെസ്റ്റ് ചെയ്യുമോ, ഇനി ഇതേപോലെ 1 അവർ മൂവ് ചെയ്യുമോ? നിങ്ങൾ നോക്കി, ഇവിടെ അതേപോലെയല്ലേ മൂവ് ചെയ്തത് കണ്ടോ. യെസ്, ഇവിടെ വന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഇമ്പൾസീവ് മൂവ്. എഗെയിൻ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നത് ഇതൊറ്റ പുഷായി ഇപ്പോൾ കണ്ടോ. യെസ്, ഇനി അത് ടെസ്റ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, കണ്ടോ ലോവറിലോ ലോവർ ഹൈ, മനസ്സിലാവും? സോ ഈ ഒരു സിനാരി ആയിരിക്കും മാർക്കറ്റ് ഇനി 1 അവറിൽ തരാനുള്ള പോസിബിലിറ്റി. സോ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിം വരെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ആ ഒരു സോൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സോണിലേക്ക് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് നാളത്തെ പ്ലാൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 1 അവറിൻ്റെ ഒരു പ്ലാൻ കിട്ടി അല്ലേ. 1 അവർ നമുക്ക് കണ്ടോ, 1 അവറിൻ്റെ ഒരു പ്ലാൻ ഇവിടെ കിടക്കുന്നുണ്ട്. സോ ഇതാണ് 1 അവറിൻ്റെ മിറ്റിഗേഷൻ സോൺ, ഇക്വിലിബ്രിയം. ഇവിടെയാണ് 1 അവറിൻ്റെ ഇക്വിലിബ്രിയം. 5/6 എന്നിടാം, 50 to 60 സോൺ. അപ്പോൾ ഇനി 5/6 കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കട്ടെ, അടുത്ത വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം. ഓക്കെ, ഇത് നെക്സ്റ്റ് പ്ലാനാണ്, അടുത്ത ദിവസത്തെ പ്ലാനാണ് നമ്മുടെ. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് എന്താ ഇവിടെ വരുന്നു, എഗെയിൻ കണ്ടിന്യൂഷൻ ടു ഡൗൺ സൈഡ്. ഈ ഒരു ലിക്വിഡിറ്റി മനസ്സിലായാലോ, ബൈ സെൽ സൈഡ് ലിക്വിഡിറ്റീസ്. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ വേറെ കൺഫർമേഷൻസ് കൂടി ഉണ്ട് കേട്ടോ. ഇത് നോക്കി, ഇവിടെ ഒരു ഇംബാലൻസ്ഡ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഇംബാലൻസ് ആണ്. സോ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇത് നമുക്ക് എടുക്കാം. ഈ ഒരു സോൺ സ്ട്രോങ് ആണ്. സോ ഇവിടെ ഒരു ഇംബാലൻസ് കൊണ്ട് വേണമെങ്കിൽ മാർക്കറ്റ് പോസിബിലിറ്റി ഉണ്ട് ഇങ്ങോട്ട് വരാം. പക്ഷെ നമുക്ക് അതിന് മുമ്പ് മാർക്കറ്റ് റിവേഴ്സ് ആയാലും അതൊക്കെ കൺഫേം ചെയ്ത് നമുക്ക് നോക്കാം. സോ ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്ക് കൺഫർമേഷൻ വേണം കേട്ടോ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആദ്യം കൺഫർമേഷൻ തരേണ്ട ആൾ 3 മിനിറ്റാണ്. ആളവിടെ എന്ത് ചെയ്യുക, ആൾ സ്റ്റിൽ ഡൗൺ ട്രെൻഡിലാണ് അല്ലേ. 3 മിനിറ്റ് ഇവിടെയാണ് ബ്രേക്ക് ഔട്ട്, കണ്ടോ 3 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ബ്രേക്ക് ഔട്ട് ഡൗൺ സൈഡ്. ഇതാണ് ബ്രേക്ക് ഔട്ട്. അതേപോലെ ഇതാണ് അതിൻ്റെ കണ്ടോ. അപ്പോൾ ഇവൻ ചേഞ്ച് ആയാൽ അടുത്ത റീടെസ്റ്റിലേക്ക് മാത്രം നിങ്ങൾ ഈ 1 അവറിൻ്റെ പ്ലാനിനെ നോക്കിയാൽ മതി. അതുപോലെ 15 മിനിറ്റിൽ എന്താണ് അവന് പറ്റുന്നില്ല അല്ലേ. 15 മിനിറ്റ് നമ്മളിന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനിവിടെ ബ്രേക്ക് ഔട്ട് തന്നു, കറക്റ്റ് 50 മിനിറ്റേഷനിൽ വന്നു. കണ്ടോ 50 മിനിറ്റിൻ്റെ സോൺ ഇവിടെയാണ്. ഇതാണ് 15 മിനിറ്റിൻ്റെ ബൈങ് സോൺ. 15 മിനിറ്റിൻ്റെ കൺട്രോൾ ഇവിടെ ഇരിക്കുകയാണ്. സോ ഇവൻ എന്ത് ചെയ്യുന്നില്ല, അവനിവിടെ ഈ ഒരു 50% റാലി താഴേക്ക് ചെയ്യണം, അവന് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, അവിടെ 2 കണ്ടീഷൻ ഉണ്ട് 3 മിനിറ്റ്. അപ്പോൾ ഇവിടെ 3 മിനിറ്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വന്നു ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ടെസ്റ്റ് മാർക്കറ്റ് തന്നാൽ നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ ഈ സോണിലേക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ആ ഒരു സോണിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവർക്ക് അത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ റീടെസ്റ്റ് പ്ലാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഏത് സെറ്റപ്പാണ് ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ 48,191 ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് റേറ്റ്സ് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ റീടെസ്റ്റ് തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് തന്നാൽ അവിടെ SL വരും. സ്കാൽപ്പിങ് നിങ്ങളവിടെ പ്ലാൻ ചെയ്യാം. അതേപോലെ ഈ ഒരു ലോയൊക്കെ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് പ്ലാൻ ചെയ്യാം. കാരണം എന്താ, കണ്ടിന്യൂവേഷൻ ആയിരിക്കും, മനസ്സിലാവും. 15 മിനിറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ 15 മിനിറ്റ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അടുത്തൊരു കീ ലെവലായിട്ട് നമുക്ക് ഈ പറയുന്ന സോണിലേക്ക് പോകാം. ഏകദേശം നമുക്ക് ഈ ഒരു സോണിൽ നിന്നും മാർക്കറ്റിംഗ് കൊടുക്കാനുള്ള പോസിബിലിറ്റിയാണ്. ഒരു 500 പോയിൻറ്റ്സ് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് റാലി ചെയ്യാനുള്ള പോസിബിലിറ്റി കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ 3 മിനിറ്റിൻ്റെ കൺഫർമേഷൻ ഇവിടെ വരെയല്ലേ. ഇനി 15 മിനിറ്റ് ഇവിടെ ഫെയിൽ ആയാൽ അടുത്ത റീടെസ്റ്റിലേക്ക് നമുക്കിത് ഇവനെ പിടിക്കാം, മനസ്സിലാവും. 1 അവറെ പിടിക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം ബാക്കി കാര്യങ്ങളായിട്ട് പോകാം. അപ്പോൾ ഇവിടെ കറൻ്റ്ലി നോക്കാൻ പറ്റുന്നത് ഇതാണ് കണ്ടീഷൻ. ഈ 2 കൺഫർമേഷൻസ് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. സോ ഇന്ന് രാവിലെ കണ്ടോ, ഇതാണ് നമ്മൾ രാവിലെ അപ്ഡേറ്റ് ചെയ്ത് ഗുഡ് മോർണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ 2 അനലൈസ് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചറും ഇതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ ഇവിടെ ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വോയിസ് ആയിട്ടെല്ലാം അപ്ഡേറ്റ് ആയിട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ഒന്ന് കൺഫേം ചെയ്യാം കണ്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്ലാൻസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ. 50% സോണിൻ്റെ ടോട്ടലി ഉള്ള ഈ ഒരു സോണാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് പ്ലാൻ ബാങ്ക് നിഫ്റ്റി. സോ അതിനുശേഷം നിഫ്റ്റിയിൽ നമ്മൾ ഈ സെയിം പ്ലാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്രേഡ് മിസ്സായിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മേളിലേക്ക് ഒരു കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കട്ടെ എല്ലാവരും. കണ്ടോ ഇവിടെ ഒരു LTF കൺഫർമേഷൻ ടു അപ്പ് സൈഡ്, LTF കൺഫർമേഷൻ ടു ഡൗൺ സൈഡ്. ലോ ടൈം ഫ്രെയിമാണ് മേളിലും താഴെ നമ്മൾ നോക്കേണ്ടത്. സോ ആ 2 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകാം. ഇന്നലത്തെ ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ട് ആണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയണേ. നോർമലി നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് പോകാറായിരുന്നു പതിവ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കിയത് ഇതുകൊണ്ടാണ്. ഇതിന് ശേഷം നമ്മൾ ഇതാണ് ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് വന്നു കണ്ടോ, ടാപ്പ് ചെയ്തു, അഗെയിൻ താഴെ വന്നു. സോ ഞാനിവിടെ പറഞ്ഞു കണ്ടോ, ഇന്നിപ്പോൾ 1 അവർ ആയില്ലേ ഇത് ഹോൾഡ് ചെയ്യണം നമ്മൾ എടുത്തിട്ട്. ഇപ്പോൾ എനിക്ക് DK എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 48,200 എടുത്തത്. അപ്പോൾ അത് അത്രയും കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കയറിയിട്ടുള്ളവർ ഒന്നെങ്കിൽ SL ട്രെയിൽ ചെയ്ത് വെക്കുക, അധികം ലോസിലേക്ക് പോകണ്ട. കണ്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രോപ്പറായിട്ട് അതിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻസ് വന്നത്. വേറെ ഒന്നുമില്ല, അല്ല ഭയങ്കര റേഞ്ചാണ് മാർക്കറ്റ്. അതിനുശേഷം ഇങ്ങോട്ടും പോയിട്ടില്ല. സോ കൂടുതൽ പറയാനാണെങ്കിൽ മാർക്കറ്റിലൊന്നുമില്ല, അത്ര ഉള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളത്തെ പ്ലാൻസ് ഇതൊക്കെയാണ്. എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് 3 മിനിറ്റിൻ്റെ ഒരു സോണൊന്നും മറക്കണ്ട. 3 മിനിറ്റിൻ്റെ നമ്മുടെ മേജറായിട്ടുള്ള സോണൊന്നും മറക്കണ്ട. ഇതാണ് സോൺ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് റേറ്റ്സ് ഒക്കെ നോക്കാട്ടോ. ഞാൻ ഒരിക്കലും പറയാനുള്ള ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ നോക്കാൻ, കുറച്ച് വർക്കൗട്ട് ചെയ്ത് വന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണോ ആ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻസ് ക്ലബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലബ് ചെയ്ത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും എല്ലാവരും എനിക്കൊന്ന് കമൻറ്റായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് കിട്ടേണ്ടതും ഈ ഒരു കമൻറ്റിൽ കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡ് ആവട്ടെ. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ബാങ്ക് നിഫ്റ്റി എക്സ്പയറീസ് ഉണ്ട്. സീറോ ടു ഹീറോ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ ഒരു അഡിക്ഷനിലേക്ക് പോകരുത്. ഒരു ഗാംബ്ലിംഗ് ആണ്.
ടോട്ടലി അത് നോക്കിക്കഴിഞ്ഞാൽ. ഞാൻ ഒരിക്കലും അതൊന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യാറുമില്ല. സോ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്, അതാണ് ഞാനത് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ നാളെ. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മളുടെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്. നാളെ കാണാം.